आज की हिंदी कक्षा में सभी को स्वागत है. ഇന്നത്തെ ഹിന്ദി ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഹിന്ദി വ്യാകരൺ, ഹിന്ദി ഗ്രാമറാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നാം വചൻ, എന്താണ് വചൻ അല്ലെങ്കിൽ നമ്പർ എന്ന് നമുക്ക് നോക്കാം. വചൻ എന്ന് പറഞ്ഞാൽ സംജ്ഞ के जिस रूप से संज्ञा का बोध हो उसे वचन कहते हैं. അതായത് സംഖ്യയെ സൂചിപ്പിക്കുന്നു, എണ്ണത്തെ സൂചിപ്പിക്കുന്ന ഒന്നിനെയാണ് വചൻ എന്ന് പറയുന്നത്. വചൻ ഹിന്ദിയിൽ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്: ഏകവചൻ, ബഹുവചൻ. ഏകവചൻ എന്ന് പറഞ്ഞാൽ സിംഗുലർ, ബഹുവചൻ എന്ന് പറഞ്ഞാൽ പ്ലൂറൽ. ഇനി എന്താണ് ഏകവചൻ? शब्द के जिस रूप से एक वस्तु या एक पदार्थ का ज्ञान होता है उसे ഏകവചൻ कहते हैं. ഏതെങ്കിലും ഒരു വസ്തുവിനെ അല്ലെങ്കിൽ ഒരു പദാർത്ഥത്തെ സൂചിപ്പിക്കുന്ന ഒന്നിനെയാണ് ഏകവചൻ എന്ന് പറയുന്നത്. മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ സംജ്ഞ के जिस रूप से एक पदार्थ या व्यक्ति का बोध हो उसे ഏകവചൻ कहते हैं. ഒരു പദാർത്ഥത്തെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്നതിനെയാണ് ഏകവചൻ എന്ന് പറയുന്നത്. ഉദാഹരണം: ബാലക്, ഘോഡ, കിതാബ്, മേസ്. ഇതൊക്കെ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു ജീവിയെ അല്ലെങ്കിൽ ഒരു സാധനത്തെ ആണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. മറ്റ് ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ ലഡ്ക എന്ന് പറഞ്ഞാൽ ബോയ്, അതുപോലെ തന്നെ റാസ്ത, വഴി, നദി എന്നൊക്കെ പറയുന്നത് ഏകവചനമാണ്. ഇനി എന്താണ് ബഹുവചനം? प्लूरल. शब्द के जिस रूप से अधिक वस्तुओं या पदार्थों का ज्ञान होता है उसे बहुवचन कहते हैं. അതായത് കൂടുതൽ വസ്തുക്കളെ അതുപോലെ പദാർത്ഥങ്ങളെ സൂചിപ്പിക്കുന്നു. അതായത് ഒന്നിൽ കൂടുതൽ വസ്തുക്കളെയും പദാർത്ഥങ്ങളെയും സൂചിപ്പിക്കുന്നു. അതിനെയാണ് ബഹുവചനം എന്ന് പറയുന്നത്. മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ संज्ञा के जिस रूप से एक से अधिक पदार्थों या व्यक्तियों का बोध हो. ഒന്നിൽ കൂടുതൽ പദാർത്ഥങ്ങളുടെയും വ്യക്തികളുടെയും എണ്ണത്തെ സൂചിപ്പിക്കുന്നു. അതിനെയാണ് ബഹുവചൻ എന്ന് പറയുന്നത്. ഉദാഹരണം: നേരത്തെ നമ്മൾ ബാലക് എന്ന് പറഞ്ഞു, അത് ഒരു ബോയിയെയാണ് സൂചിപ്പിച്ചത്. അപ്പോൾ ബഹുവചനത്തിലേക്ക് അത് മാറ്റുമ്പോൾ ബാലകവും ബോയ്സ് എന്നാകും. അതുപോലെ ഘോഡയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, അത് ബഹുവചനത്തിലേക്ക് ആക്കുമ്പോൾ ഘോഡവും, കുതിരകൾ, കിതാബോ, ബുക്സ്, നേരത്തെ ബുക്കാണ് നമ്മൾ പറഞ്ഞത്. അതുപോലെ മേസോ, നേരത്തെ ടേബിൾ അല്ലേ, മേസ് മാത്രമാണ് പറഞ്ഞത്, ഒരു ടേബിൾ. ഇവിടെ മേസോ ടേബിൾസ് ആയിട്ട് മാറി. അതുപോലെ ലഡ്കെ, റാസ്തേ, നദിയാം, ഇതൊക്കെ ഇതിന് ഉദാഹരണങ്ങളാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആസു, പ്രാൺ, ലോക്, ഹോട്ട്, ദർശൻ ഇപ്രകാരമുള്ള ശബ്ദങ്ങളെപ്പോഴും ബഹുവചൻ में ही होता है. ഇതെപ്പോഴും ബഹുവചനത്തിലാണ് ഉപയോഗിക്കുന്നത്. ആസു, പ്രാൺ, ലോക്, ഹോട്ട്, ദർശൻ തുടങ്ങിയ ശബ്ദങ്ങളൊക്കെ ബഹുവചനത്തിലാണ് ഉപയോഗിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കുക. ഇനി കുറച്ച് ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. ഏകവചനങ്ങൾ അതുപോലെ ബഹുവചനങ്ങൾ: മേള, മേളെ, ബച്ച, ബച്ചെ, മാതാ, മാതായേ, आँख, आँखें, पंगा, पंगे, रात, रातें, बात, बातें. അതുപോലെ തന്നെ ലഡ്ക, ലഡ്കെ, തോത്ത, തോത്തെ, റുപ്യ, റുപ്യേ, ഗദ്ദ, ഗദ്ദെ, ബച്ച, ബച്ചെ, पंगा, पंगे, बेटा, बेटे, कुत्ता, कुत्ते, कौवा, कौवे, मुर्गा, मुर्गे, कपड़ा, कपड़े, പത്ത, പത്തേ. ഇനി നമുക്ക് എങ്ങനെ ഏകവചനത്തിൽ നിന്ന് ബഹുവചനത്തിലേക്ക് മാറ്റാം എന്ന നിയമമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. वचन की दृष्टि से संज्ञाओं में परिवर्तन दो स्थितियों में होता है. एक तो मूल अर्थात विभक्ति रहित रूप में और दूसरा विकृत अथवा विभक्ति सहित. രണ്ട് രീതിയിൽ വചനത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകാം. ഒന്ന് വിഭക്തിയോട് കൂടി, രണ്ടാമത്തത് വിഭക്തി ഇല്ലാതെ. രണ്ട് രീതിയിലും ശബ്ദങ്ങളിൽ മാറ്റം അനിവാര്യമാണ്, അല്ലെങ്കിൽ സംഭവിക്കും.
നോക്കാം. വിഭക്തിരഹിത രൂപ് നമുക്ക് വിഭക്തി ഇല്ലാതെ എങ്ങനെയാണ് മാറ്റം വരുന്നതെന്ന് നോക്കാം. आकारांत पुल्लिंग संज्ञाओं के अंतिम आ को ए कर देने से बहुवचन बनता है. ആയിൽ അവസാനിക്കുന്ന പുല്ലിംഗ ശബ്ദങ്ങളുടെ അവസാനത്തെ ആ ധ്വനിയെ മാറ്റിയിട്ട് അവിടെ എ എന്ന് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ബഹുവചനം ലഭിക്കും. ഉദാഹരണമായിട്ട് ലഡ്ക. ലഡ്ക നമ്മൾ ഉച്ചരിക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കുക, ആയിലാണ് അവസാനിക്കുന്നത്. ലഡ്ക, ല പ്ലസ് ഡ പ്ലസ് ക പ്ലസ് ആ, ലഡ്ക എന്നാണ് ആ ശബ്ദം വരുന്നത്. അപ്പോൾ അതിനെ ആയുടെ സ്ഥാനത്ത് നമ്മൾ എ ചേർക്കുന്നു. എ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ശബ്ദം ആക്കി എഴുതുമ്പോൾ എയുടെ മാത്രയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അങ്ങനെയാണ് ലഡ്കെ എന്ന് വരുന്നത്. അതുപോലെ തന്നെ കപ്പട, കപ്പടെ, കുത്ത, കുത്തേ, പത്ത, പത്തേ. അപ്പോൾ നമ്മൾ പഠിച്ചു, ആയിൽ അവസാനിക്കുന്ന പുല്ലിംഗ ശബ്ദങ്ങളുടെ കൂടെ അവസാനത്തെ ആ മാറ്റിയിട്ട് എ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ബഹുവചനം ലഭിക്കുമെന്ന് നമ്മൾ പഠിച്ചു. പക്ഷേ ഇതിനകത്തും അപവാദ് ശബ്ദങ്ങളുണ്ട്. അതായത് രണ്ടിലും ഒരുപോലെ ഉപയോഗിക്കുന്ന, ബഹുവചനത്തിലും ഏകവചനത്തിലും ഒരുപോലെ ഉപയോഗിക്കുന്ന ശബ്ദങ്ങളാണ് മാമ, നാന, ചാച്ച, കാക്ക, പിത, ദേവത, യോധ, രാജ, जामाद आदि. इनका दोनों वचनों में एक ही रूप रहता है. രണ്ടിലും ഏകവചനത്തിലും ബഹുവചനത്തിലും ഈ വാക്കുകൾക്ക് ഒരേ രൂപം മാത്രമാണ് ഉള്ളത് എന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ മാമ എന്ന് നമുക്ക് എക്സാമിന് ചോദിച്ചാൽ അതിൻ്റെ ബഹുവചന രൂപം ചോദിച്ചാൽ മാമ തന്നെ എഴുതുക. അതിനെ മാമേ, മാമാവോ എന്നൊന്നും എഴുതിയിട്ട് കാര്യമില്ല, അങ്ങനെ ഉപയോഗിക്കില്ല. सेकंड वन, आकारांत स्त्रीलिंग शब्दों में आ के स्थान पर ए जोड़ने से बहुवचन बनता है. അതുപോലെ തന്നെ ആയിൽ അവസാനിക്കുന്ന സ്ത്രീലിംഗ ശബ്ദങ്ങളുടെ സ്ഥാനത്ത് എം ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ബഹുവചനം ലഭിക്കും. റാത്ത് എന്ന് പറയുന്ന സ്ത്രീലിംഗ ശബ്ദം അല്ലേ, അത് ആയിലാണ് അവസാനിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് എ ചേർത്ത് കഴിഞ്ഞാൽ റാത്തേ. അതുപോലെ ഭാത്ത്, ബാത്തേ, കിതാബ്, കിതാബേं, आँख, आँखें. थर्ड, आकार अंदर दीर्घम आकार स्त्रीलिंग शब्दों में आ को ए में परिवर्तित करने से बहुवचन बनता है. അതുപോലെ തന്നെ ദീർഘം ആ സ്ത്രീലിംഗ ശബ്ദത്തിൻ്റെ അവസാനം ദീർഘം ആ സ്ഥാനത്ത് ഏം ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ബഹുവചനം ലഭിക്കും. ലത, ലതായേ, മാധ, മാധായേ, कन्या, कन्याएं, धारा, धाराएं. फोर्थ वन, आकारांत पुल्लिंग शब्दों को छोड़कर शेष पुल्लिंग शब्द दोनों वचनों में समान रहते हैं. അതായത് ആയിൽ അവസാനിക്കുന്ന പുല്ലിംഗ ശബ്ദങ്ങളെ വിട്ടിട്ട് ബാക്കി വരുന്ന എല്ലാ പുല്ലിംഗ ശബ്ദങ്ങളും ധോനവചനമേ രണ്ട് രീതിയിൽ ഒരുപോലെയാണ് ഉപയോഗിക്കുന്നത്. രണ്ട് ബഹുവചനത്തിലും ഏകവചനത്തിലും ഒരുപോലെയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഗുരു എന്ന് പറയുന്ന ശബ്ദം, പുല്ലിംഗ ശബ്ദം, അത് ഏകവചനത്തിലും ബഹുവചനത്തിലും ഒരുപോലെയാണ്, ഗുരു തന്നെയാണ്. അതുപോലെ മുനി, മുനി, പശു, പശു, बिंदु, बिंदु, बालक, बालक, घर, घर. फिफ्थ वन, इकारांत स्त्रीलिंग शब्दों के अंत में केवल याम जोड़ने से बहुवचन बनता है. ഈയിൽ അവസാനിക്കുന്ന സ്ത്രീലിംഗ ശബ്ദത്തിൻ്റെ അവസാനം യാം എന്ന് യാം പ്രത്യയം ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ബഹുവചനം ലഭിക്കും. രീതി, രീതിയാം, തിഥി, തിഥിയാം, മണി, മണിയാം, രാത്രി, രാത്രിയാം, രാശി, രാശിയാം, ജാതി, ജാതിയാം. ഇതൊക്കെ ഈയിൽ അവസാനിക്കുന്ന ശബ്ദങ്ങളാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അത് ഒഴിവാക്കുന്നില്ല, നമ്മൾ യാം ചേർക്കുന്നു. അതുപോലെ സിക്സ്ത് वन, ईकारांत स्त्रीलिंग शब्दों में ई को दीर्घम ई को ह्रस्व बनाकर याम जोड़ने से बहुवचन बनता है. അതുപോലെ തന്നെ ഈ ദീർഘം ഈ സ്ത്രീലിംഗ ശബ്ദത്തിൻ്റെ അവസാനം ഈക്ക് ഹ്രസ്വ ബനാക്കർ, ഈൻ്റെ കൂടെ തന്നെ നമ്മൾ യാ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ബഹുവചനം ലഭിക്കും. രീതിയാം, രീതി, രീതിയാം.
ലഡ്കി ലഡ്കിയാം, സ്ത്രീ സ്ത്രീയാം, നദി നദിയാം, സഖി സഖിയാം. അതുപോലെ 7th वन, ईकारांत दीर्घम ईकारांत स्त्रीलिंग शब्दों को छोड़कर शेष स्त्रीलिंग शब्दों के साथ एम जोड़ने से बहुवचन बनता है. അതായത് ദീർഘം ഈ വിട്ടിട്ട് ബാക്കി വരുന്ന സ്ത്രീലിംഗ ശബ്ദത്തിൻ്റെ കൂടെ ഏം ചേർത്ത് കഴിഞ്ഞാൽ, അതായത് മാല മാലായേ, വസ്തു വസ്തുവേ, കണ്ടില്ലേ? അപ്പം ഇങ്ങനെയാണ് നമുക്ക് ബഹുവചന രൂപങ്ങൾ ലഭിക്കുന്നത്. 8th वन, याकारण स्त्रीलिंग शब्द के अंत में ചന്ദ്രബിന്ദു जोड़ने से बहुवचन बनता है. जैसे അതായത് യായിൽ അവസാനിക്കുന്ന സ്ത്രീലിംഗ ശബ്ദത്തിൻ്റെ അവസാനം ചന്ദ്രബിന്ദു ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ബഹുവചനം ലഭിക്കും. അപ്പോൾ ചിടിയ എന്ന് പറയുന്നത് യായിലാണ് അവസാനിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ചന്ദ്രബിന്ദു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ബഹുവചനം ലഭിക്കും. അപ്പോൾ ചിടിയ എന്ന് പറയുന്ന ശബ്ദത്തിൻ്റെ ബഹുവചനം നമ്മൾ ചന്ദ്രബിന്ദു ഇട്ട് കൊടുത്താൽ മതി. അതുപോലെ ഗുഡിയ ഗുഡിയാ. 9th वन, ऊकारांत स्त्रीलिंग संज्ञाओं के ऊ को दीर्घ ऊ को ह्रस्व बनाकर ए जोड़ने से बहुवचन बनता है. അതായത് ഊയിൽ അവസാനിക്കുന്ന സ്ത്രീലിംഗ ശബ്ദത്തിൻ്റെ കൂടെ ഏം ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ബഹുവചനം ലഭിക്കും. വധു വധുവേ, ബഹു ബഹുവേ. അതുപോലെ 10th वन, एकवचन संज्ञाओं के साथ गण लोग वृंद जन आदि സമൂഹവാചക ശബ്ദ जोड़ने से बहुवचन बनता है. അതായത് ഏകവചന ശബ്ദങ്ങളുടെ കൂടെ ഗണ ലോക് വൃന്ദ് ജന തുടങ്ങിയ സമൂഹവാചക ശബ്ദങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ബഹുവചനം ലഭിക്കും. ഇപ്പോൾ പാഠക് എന്ന് പറയുന്ന ശബ്ദത്തിൻ്റെ കൂടെ നമ്മൾ ഗൺ ചേർത്ത് കഴിഞ്ഞാൽ പാഠക് ഗൺ എന്ന് ബഹുവചനം ലഭിക്കും. അതുപോലെ അധ്യാപക് എന്ന് പറയുന്ന ഏകവചന ശബ്ദത്തിൻ്റെ കൂടെ നമ്മൾ വൃന്ദ് എന്ന് ചേർത്താൽ നമുക്ക് അതിൻ്റെ ബഹുവചനം ലഭിക്കും. അധ്യാപക് വൃന്ദ്. അതുപോലെ വിദ്വാൻ എന്ന് പറയുന്ന ഏകവചന ശബ്ദത്തിൻ്റെ കൂടെ ലോക് എന്ന് ചേർത്ത് കഴിഞ്ഞാൽ വിദ്വാൻ ലോക്. അതുപോലെ വിദ്വജൻ തുടങ്ങിയ ശബ്ദങ്ങൾ നമുക്ക് ബഹുവചനത്തിലേക്ക് മാറ്റാൻ ഗണ് ലോക് വൃന്ദ് ജൻ എന്ന് ചേർത്താൽ മതി. അപ്പോൾ നമ്മൾ विभक्ति रहित संज्ञा शब्दों के साथ क्या क्या जोड़ने से बहुवचन बनता है यह हम पढ़ा. आ के स्थान पर ए जोड़ने से और आ के स्थान पर आ के दीर्घ आ के स्थान पर एम जोड़ने से और कुछ शब्द ऐसे होते हैं जो बहुवचन में और एकवचन में समान रहता है, वो भी हमने पढ़ा. और ई के स्थान पर याम जोड़ने से हमें बहुवचन बनता है और दीर्घ ई के स्थान पर याम जोड़ने से चंद्रबिंदु के साथ याम जोड़ने से हमें बहुवचन बनता है. और ई के अलावा ईकारांत स्त्रीलिंग शब्दों को छोड़कर अन्य स्त्रीलिंग शब्दों के साथ एम जोड़ने से बहुवचन बनता है. और याकारांत स्त्रीलिंग शब्द के अंत में चंद्रबिंदु जोड़ने से हमें बहुवचन बनता है. और ऊकारांत दीर्घ ऊकारांत शब्द के साथ स्त्रीलिंग शब्द के साथ एम जोड़ने से बहुवचन बनता है. और अंत में हमने पढ़ा एकवचन संज्ञाओं के साथ गण लोग वृंद जन आदि समूहवाचक शब्द जोड़ने से हमें बहुवचन मिलता है. तो ये सब हमने पढ़ा. और വിഭക്തി സഹിത രൂപ വിഭക്തിയോട് കൂടി എങ്ങനെയാണ് ബഹുവചനത്തിലേക്ക് നമുക്ക് മാറ്റാൻ സാധിക്കുക എന്ന് നോക്കാം. फर्स्ट वन, आकारांत और दीर्घ आकारांत संस्कृत शब्दों को छोड़कर तथा एकारांत संज्ञाओं में अंतिम स्वर को ओम कर देने से बहुवचन बनता है. हाथ में हाथों में അതായത് ആയിൽ അവസാനിക്കുന്ന അതുപോലെ ദീർഘ ആയിൽ അവസാനിക്കുന്ന ശബ്ദങ്ങളുടെ അവസാനം ഓം ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ബഹുവചനം ലഭിക്കും. സംസ്കൃതം ശബ്ദങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ ആയിൽ അവസാനിക്കുന്ന ശബ്ദങ്ങളുടെ കൂടെയും നമുക്ക് അതുപോലെ ആ ദീർഘമായ അതുപോലെ യിൽ അവസാനിക്കുന്ന ശബ്ദങ്ങളുടെ അവസാനം നമ്മൾ ഓ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ബഹുവചനം ലഭിക്കുമെന്നാണ് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ
ഈ ശബ്ദങ്ങളുടെ കൂടെ വിഭക്തിയും ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് മാറ്റണം. ഇപ്പോൾ ഹാത്ത് മേ എന്ന് പറയുന്ന വിഭക്തിയോട് കൂടിയുള്ള മേം എന്ന് പറയുന്നതാണ് വിഭക്തി, അതിൻ്റെ കൂടെ ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഓം ചേർത്ത് നോക്കാം. അപ്പോൾ ഹാത്തോമേ, അതുപോലെ ആങ്ക്മേ ആങ്കോമേ, കുത്തേനെ, കണ്ടില്ലേ ഇതിൽ എ ആണ്, എ കാരാന്ത സംജ്ഞയാണ്. അതിന് നമ്മൾ ഓം ചേർത്ത് കഴിഞ്ഞാൽ കുത്തോനെ. അപ്പോൾ ആയിൽ അവസാനിക്കുന്ന അല്ലെങ്കിൽ എയിൽ അവസാനിക്കുന്ന ശബ്ദങ്ങളെ, വിഭക്തിയോട് കൂടിയുള്ള ശബ്ദങ്ങളെ എങ്ങനെ ബഹുജനമാക്കാമെന്ന് പഠിച്ചു. അടുത്തത് संस्कृति की आकारांत तथा संस्कृत हिंदी की सभी उकारांत उकारांत आकारांत औकारांत संज्ञाओं के बहुवचन बनाने के लिए अंत में ओम जोड़ा जाता है. സംസ്കൃതത്തിലെ ആകാരാന്ത ശബ്ദങ്ങൾ, ആയിൽ അവസാനിക്കുന്ന ദീർഘ ആയിൽ അവസാനിക്കുന്ന ശബ്ദങ്ങൾ, ഊൽ അവസാനിക്കുന്ന ശബ്ദങ്ങൾ, സംസ്കൃതത്തിലും ഹിന്ദിയിലും ഊൽ അവസാനിക്കുന്ന ശബ്ദങ്ങൾ, ദീർഘ ഊൽ അവസാനിക്കുന്ന ശബ്ദങ്ങൾ, ആയിൽ അവസാനിക്കുന്ന ശബ്ദങ്ങൾ, ഔൽ അവസാനിക്കുന്ന ശബ്ദങ്ങൾ, അപ്പോൾ അതിൻ്റെ കൂടെയൊക്കെ നമ്മൾ ഓം ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ബഹുവചനം ലഭിക്കും. ഇപ്പോൾ ലത എന്ന് പറയുന്നത് ആയിൽ അവസാനിക്കുന്ന ശബ്ദമാണ്. ലത പർ അല്ലേ, ലതാവും പർ, മാതാസേ മാതാവും സേ. അപ്പോൾ ഇങ്ങനത്തെ പ്രത്യയങ്ങൾ അല്ലെങ്കിൽ കാരകങ്ങൾ വരുന്നുണ്ടോ നോക്കുക. ഇങ്ങനത്തെ ശബ്ദങ്ങൾ കൂടെ വരുന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ബഹുവചന രൂപത്തിലേക്ക് നമ്മൾ മാറ്റുക. പശുക്കോ പശുവോങ്കോ. അപ്പോൾ അടുത്തത് മൂന്നാമത്തത് सभी ईकारांत और ईकारांत संज्ञाओं का बहुवचन बनाने के लिए अंत में यों जोड़ा जाता है. എല്ലാ ഈയിൽ അവസാനിക്കുന്ന അതുപോലെ ദീർഘ ഈയിൽ അവസാനിക്കുന്ന ശബ്ദങ്ങളെ ബഹുവചനമാക്കാൻ വേണ്ടിയിട്ട് അവസാനം യോം എന്ന് നമ്മൾ ചേർക്കുന്നു. ഈ कारण संज्ञाओं में ई को ई करने के बाद ही यों जोड़ा जाता है. ദീർഘം ഈയിൽ അവസാനിക്കുന്ന ശബ്ദങ്ങളെ ആദ്യം നമ്മൾ ദീർഘമില്ലാത്ത ഈ ആക്കി മാറ്റിയിട്ട് വേണം നമുക്ക് യോ ചേർക്കാൻ. ഇപ്പോൾ മുനിസേ മുനീസേ മുനിയോസേ, ഇത് മുനി എന്ന് പറഞ്ഞാൽ ദീർഘം ഈ ഉള്ള അവസാനിക്കുന്ന ഒരു സംജ്ഞാശബ്ദമാണ് അല്ലേ. അപ്പോൾ ഈ മാറ്റി കഴിഞ്ഞിട്ട് നമ്മൾ യോം ചേർത്തു, മുനിയോസേ. നദീമേ ദീർഘ ഈ ആണ്, അതിനെ നമ്മൾ ദീർഘമില്ലാത്ത ഈ ആക്കി മാറ്റിയിട്ട് യോം ചേർത്തു, നദിയോ മേ. വിദ്യാർത്ഥിക്കോ വിദ്യാർത്ഥിയോ കോ. അപ്പോൾ എല്ലാവർക്കും എന്താണ് വചൻ, വചനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്, ഏകവചൻ ബഹുവചൻ. അതിന് ഉദാഹരണങ്ങൾ, അതുപോലെ ഏകവചനത്തിൽ നിന്ന് ബഹുവചനത്തിലേക്ക് മാറ്റാൻ നമ്മൾ എന്തൊക്കെ ചേർക്കുന്നുണ്ട്, അതിൻ്റെ നിയമങ്ങൾ, വിഭക്തി രഹിത് അതുപോലെ വിഭക്തി സഹിത്, അതൊക്കെ നമ്മളിന്ന് പഠിച്ചു. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ധന്യവാദം.